എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞതുപോലെയാണ് അഖിൽ മാരാരുടെ കാര്യം. ശരിക്കും പറഞ്ഞാൽ വലിയ ഗീർവാണങ്ങളുമായിട്ട് പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന വഴി തന്നെ പുള്ളിക്കാരൻ ഇപ്പോൾ തിരിഞ്ഞോടിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം പുള്ളിക്കാരൻ വിചാരിച്ച എന്താണെന്നറിയാമോ, ബിഗ് ബോസിൽ പോയി അവിടെ കിടന്ന് നാവിട്ടടിച്ചതുപോലെ പുറത്ത് വന്നിട്ടും എന്ത് കോണാത്തിലെ വർത്തമാനം പറയാമെന്നാണ് പുള്ളി വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ പുള്ളിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും, ഇത് ബിഗ് ബോസ് അല്ല, ഇത് രാജ്യത്തിൻ്റെ കാര്യമാണ്, ഇത് ബിഗ് ബോസിനകത്ത് കിടന്ന് കുരയ്ക്കുന്നത് പോലെ അല്ല എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പറയാൻ കാരണമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇപ്പോൾ അതായത് നമ്മുടെ രാജ്യം പാകിസ്ഥാനികളെ തച്ചു കൊന്നില്ല, പാകിസ്ഥാനെ ഉന്മൂലനം ചെയ്തില്ല. അതിലായിരുന്നു നമ്മുടെ അഖിൽ മാരാർക്ക് പരാതി ഉണ്ടായിരുന്നത്. സംഭവം ട്രംപ് ആവശ്യപ്പെട്ടതുകൊണ്ട് നരേന്ദ്രമോദി യുദ്ധം അവസാനിപ്പിച്ചു എന്നൊക്കെയാണ് പുള്ളിക്കാരൻ മണ്ടത്തരമാണ് വിളിച്ച് പറയുന്നത്. ശരിക്കും ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അഖിൽ മാരാർക്കെതിരായിട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോക്കുമായിരുന്നു ഇത് എന്താവും ഒടുവിലെന്ന്. ശരിക്കും നമുക്കറിയാമായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും ഒരു മാപ്പും കോപ്പുമായിട്ടൊക്കെ വരുന്നുള്ള കാര്യത്തിൽ. എന്തായാലും പുള്ളിക്കാരൻ ഇപ്പോൾ മെഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ കുറേയേറെ കാര്യങ്ങൾ പറയുന്നു. അതിനു മുമ്പായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ തന്നെ ചില കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്. സംഭവം അങ്ങേര് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ട്രംപ് ഇടപെട്ടു. അയാൾ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപ് ഇടപെട്ടു, അപ്പോഴത്തേക്ക് യുദ്ധം അവസാനിപ്പിച്ചു എന്നാണ് നമ്മുടെ അഖിൽ മാരാർ പറയുന്നത്. എടോ മാരാരെ, താൻ ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ രാജ്യം ഇതുവരെ യുദ്ധം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും അവർ ഇങ്ങോട്ട് വന്ന് നമ്മളെ അടിച്ചു, അതിന് തിരിച്ചടി കൊടുത്തു. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്ത്രീകളെ വിധവകളാക്കിക്കൊണ്ട് അവരുടെ ഭർത്താവിനെ കൺമുന്നിലിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ഭർത്താവിനെ കൊലപ്പെടുത്തിയപ്പോൾ അതിൻ്റെ പേരിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു ഇത് രൂപീകരിക്കുകയും അവിടെ പോയി ഭീകര താവളങ്ങൾ തച്ച് തകർക്കുകയുമാണ് ചെയ്തിരുന്നത്. ശരിക്കും അതുപോലും മനസ്സിലാവാതെയാണ് താൻ ഇവിടെ കിടന്ന് നാവിട്ടടിച്ചത്. ഇന്ത്യൻ മിലിറ്ററിയോട് നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്യാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ആ ഒരു പ്രതികാര ഭാവമായിട്ട് അവർ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അതിന് പകരമായിട്ട് പാകിസ്ഥാനിലുള്ള സാധാരണപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കാണ്ട് അവരുടെ ഭീകര താവളങ്ങൾ, അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അടിച്ച് തകർക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ചുണക്കുട്ടികൾ ചെയ്തത്. അതിൻ്റെ പേരിൽ നമ്മുടെ മാരാർ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് കേട്ടാൽ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ചിരി വന്നു അത് കേട്ടിട്ട്. എനിക്ക് പറയത്തക്ക ഭയങ്കര വിദ്യാഭ്യാസവും സംഭവങ്ങളൊന്നുമില്ല. ഞാൻ 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്നിട്ട് പോലും എനിക്ക് അഖിൽ മാരാർ പറഞ്ഞ സംഭവം കേട്ടപ്പോൾ എനിക്ക് ചിരിയാ വന്നത്. പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്നറിയാമോ, ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് അവർ നമ്മളെ ആക്രമിച്ചപ്പോൾ തിരിച്ചു പോയി അതേ രീതിയിൽ തന്നെ അതേ നാണയത്തിൽ തന്നെ നമ്മൾ തിരിച്ചടിക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് ഇവിടെയുള്ളവർ ചെയ്തുകൊണ്ടിരുന്നത് അഖിലെ, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അഖിൽ പറഞ്ഞ എന്താണെന്നറിയാമോ, ഇപ്പോൾ നമ്മുടെ അതിർത്തിയിലുള്ള ആളുകൾ, നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സാധാരണപ്പെട്ട ഗ്രാമവാസികളെ വെടിയുതിർത്ത് കൊന്ന സമയത്തിന്, ആ സാധാരണപ്പെട്ട ആളുകളെ കൊന്ന സമയത്തിന് ആ ഒരു സമയത്ത് ആ പ്രദേശത്തുള്ളവരെ അതായത് തിരിച്ച് പാകിസ്ഥാൻ്റെ ഓപ്പോസിറ്റ് പ്രദേശത്തുള്ളവരെ കൊല്ലാതെ, അതേ മിലിറ്ററിക്കാരെ കൊല്ലാണ്ട് നേരെ പോയി വേറെ ആരെയൊക്കെയോ കൊന്നു എന്നുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞു വയ്ക്കുന്നത്. എൻ്റെ അഖിലേ, നമ്മുടെ രാജ്യത്തിന് ഒരു ചിട്ടയായ ഒരു അജണ്ടയുണ്ട് നമ്മുടെ രാജ്യത്തിന്. അല്ലാണ്ട് വാലാകോല നീലാണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു രീതിയല്ല നമ്മുടെ രാജ്യത്തിൻ്റേത്. അതാണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യത്തെ മുൻനിരയിൽ നിർത്തുന്ന ഒരു അവിഭാജ്യ ഘടകമെന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം ചെയ്തതാണ് ഏറ്റവും ശരിയായ തീരുമാനമെന്നേ ഞാൻ പറയുള്ളൂ. ആ ഒരു ജനതയിലെ ആ ഒരു രാജ്യത്തിലെ സാധാരണപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയാൽ നമുക്ക് എന്ത് കിട്ടാനാണ്? ഒരൊറ്റ സാധാരണപ്പെട്ട ജനങ്ങൾ പോലും മരണപ്പെടരുത് എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ആർമിയും ഭരണകൂടങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് സത്യസന്ധമായിട്ടുള്ള ഒരു തീരുമാനം എന്നേ ഞാൻ പറയൂ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുണ്ട്. നമ്മുടെ ഭരണാധികാരികൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളാവില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഭരണകർത്താക്കൾ എന്ത്
പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരെ പഴിച്ചിട്ടോ പഴി പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് പാകിസ്ഥാനിലെ കാര്യവും. പാകിസ്ഥാനിൽ ഒരുപാട് സാധാരണപ്പെട്ട ആളുകളുണ്ട്. അവിടുത്തെ ഭരണാധികാരികളും തീവ്രവാദികളും ഒത്തുകളിച്ച് ഉണ്ടാക്കുന്ന കോമാളിത്തരത്തിന്, കോപ്രായത്തിന്, തന്തയില്ലാത്തരത്തിന് ആ പാവങ്ങൾ എന്ത് പിഴച്ചു? അതുകൊണ്ട് തന്നെയാണ് അവരെ ഒന്നും ചെയ്യാണ്ട് ഭീകര താവളങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതും അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള താവളങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതും. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലേ അഖിലേ? അവരിങ്ങോട്ട് അതിർത്തി ലക്ഷ്യമാക്കി ആ ഭാഗത്തുള്ള ഗ്രാമപ്രദേശങ്ങളെ ആക്രമിക്കുമ്പോൾ തിരിച്ചും അതുപോലെ ചെയ്യണമെന്നാണോ താങ്കൾ പറയുന്നത്? അതുകൊണ്ട് എന്ത് ലാഭമായിരുന്നു ഉണ്ടാവുന്നത്? താങ്കളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭീകരർ അവിടെ സുരക്ഷിതരായിട്ട് ഇരിക്കുന്ന സമയത്ത് സാധാരണപ്പെട്ട ആളുകളെയും മിലിറ്ററിക്കാരെയും നമ്മൾ വധിച്ചു കഴിഞ്ഞാൽ ഭീകരർക്ക് അവിടെ ഇരുന്നുകൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും. അത് ആദ്യം ഓർക്കൂ. അതുകൊണ്ട് തന്നെ ഭീകരരെ തന്നെയായിരുന്നു കൊല്ലേണ്ടിയിരുന്നത്. അതിൽ എന്താണ് തെറ്റ്? നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ആ ദുഷ്ടന്മാരെ അല്ലെങ്കിൽ അവരുടെ പിൻതലമുറക്കാരെ ആയിരുന്നു നമ്മൾ വധിക്കേണ്ടിയിരുന്നത്. അല്ലാണ്ട് സാധാരണപ്പെട്ട പാകിസ്ഥാൻ ജനതയെ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? അവർ ഒരു തരത്തിലുമുള്ള തെറ്റ് ചെയ്യുന്നില്ലല്ലോ. അവർ ആ ഒരു രാജ്യത്ത് അകപ്പെട്ടു പോയത് അവരുടെ ഒന്നും തെറ്റല്ല. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഒരു കാര്യം ഇങ്ങേര് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇടപെട്ടപ്പോഴേ നരേന്ദ്രമോദി ഈ ഒരു സംഭവത്തിൽ നിന്നും പിന്മാറി എന്നാണ് പറയുന്നത്. അതായത് കോംപ്രമൈസിന് തയ്യാറായി എന്ന് പറയുന്നു. എൻ്റെ പൊന്നു മനുഷ്യ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങളും മറ്റൊരാളും കൂടി തമ്മിലൊരു സംഘർഷം ഉണ്ടാവുന്നു, എന്തെങ്കിലും ഒരു തർക്കമോ പ്രശ്നമോ ഉണ്ടാവുന്നു എന്നിരിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റാരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായെന്നിരിക്കട്ടെ. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് എടാ അങ്ങനെയല്ല അതങ്ങ് വിട്ടേക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, നീ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടു പോരുത്, എൻ്റെ കുടുംബകാര്യം അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ ഇടപെടും, മാറി നിൽക്കുവേ എന്ന് നീ പറയുമോ? എനിക്കതാണ് അഖിലിനോട് ചോദിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ പറയുമോ? ഒരിക്കലും പറയില്ല. ഈ ലോകത്ത് ആരെ ഒഴിവാക്കി നിർത്തിയാലും ഫ്രണ്ട്സ് പറയുന്ന വാക്കിന്, അത് ഏതൊരു മനുഷ്യജീവിയായാലും സ്വന്തം ഏറ്റവും അടുത്ത കൂട്ടുകാരനും കൂട്ടുകാരിയും പറയുന്ന വാക്കിന് അവിടെ ഒരു പ്രാധാന്യം ഉണ്ട്. അത് എന്തൊക്കെ പറഞ്ഞാലും, പ്രത്യേകിച്ച് ഇത് രാജ്യത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ട്രംപ് പറഞ്ഞു എന്നുള്ള കാര്യം മാത്രമല്ല, ലോക രാജ്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. ഇന്നിപ്പോൾ അഖിൽ പറയുന്ന ഒരു പ്രസ്താവന ഞാൻ കേട്ടതെന്ന് വെച്ചാൽ, 1 മാസം വരെ യുദ്ധം നീണ്ടു നിന്നാലും ഇന്ത്യക്കുള്ളിലുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. ആര് പറഞ്ഞു അഖിലെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്? ആര് പറഞ്ഞു? അഖില് ബിഗ് ബോസിൽ കിടന്ന് ചുമ്മാ ചണവണ എന്ന് സംസാരിക്കുന്ന കണക്കല്ല അഖിലെ രാജ്യകാര്യങ്ങൾ. അത് ആദ്യം മനസ്സിലാക്കൂ. കുറേ ആളുകൾ ഇപ്പോൾ വന്നിട്ട് പറയും, ഒരു പെണ്ണായി അവൾ സംസാരിക്കുന്നു. ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമൊന്നും ഇല്ലടോ. ഇത്തിരി ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടില്ല. യുദ്ധം കൊണ്ട് എപ്പോഴും കണ്ണീരും നാശങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കൂ. അതായത് ഇങ്ങേര് പറഞ്ഞു വെക്കുന്ന എന്താന്ന് വെച്ചാൽ, നമ്മൾ പാകിസ്ഥാനെ കൊണ്ട് അല്ലെങ്കിൽ ക്ഷമാപണം പറയിച്ചതിന് ശേഷം ഇനി മേലാ നിങ്ങൾ ഇതിങ്ങനെ ചെയ്തു പോവരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ പറയണം, അല്ലെങ്കിൽ പാകിസ്ഥാനെ കൊണ്ട് പിന്നെ മാപ്പ് പറയിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അവർ ചാവാൻ കിടന്ന് പൊളയുന്ന സമയത്ത് പോലും അവരുടെ അഹങ്കാരത്തിന് ഒരു ശകലം പോലും ശമനം ഉണ്ടാവുന്ന ഒരു രാജ്യമല്ല. കാരണം ചിന്തിക്കാനുള്ള വകതിരിവില്ല. ഒന്നുകിൽ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തുള്ള പാവപ്പെട്ട ജനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചിന്ത ഉണ്ടാവണം. ഇത് ഒന്നുമില്ലാതെ എന്ത് വന്നാലും പ്രശ്നമില്ല, ഞാൻ തീരുമാനിക്കുന്നതാണ് വലിയ കാര്യമെന്ന് ചിന്തിക്കുന്ന ഒരു ജനതയാണ് പാകിസ്ഥാനിലുള്ള തീവ്രവാദികളും ഭരണാധികാരികളും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായാലും അവർക്കാർക്കും ഒരു ഉണ്ടയുമില്ല, അവർക്കൊരു പ്രശ്നവുമില്ല. അവരവരെ മാത്രം സേഫാക്കി വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വ്യക്തിബന്ധങ്ങൾക്കോ രക്തബന്ധങ്ങൾക്കോ ഒന്നും ഒരു മൂല്യവും കൽപ്പിക്കുന്ന ആളുകളല്ല പാകിസ്ഥാൻ തീവ്രവാദികൾ. അപ്പോൾ താൻ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അവന്മാരെ കൊണ്ട് നമ്മൾ ക്ഷമാപണമൊക്കെ പറയിച്ച് മുന്നോട്ട് പോകാമെന്ന് വെക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ ജീവനും സ്വത്തുക്കളും അവിടെ നഷ്ടപ്പെട്ടു എന്ന് വരും. താൻ പറയുന്നുണ്ടല്ലോ 1 മാസം വരെ നിന്ന് അടിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. 1 മാസം വരെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അഖിൽമാരാർക്കൊരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ കേരളത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക്
കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്കകത്തുള്ള സാധാരണപ്പെട്ട എല്ലാ ജനങ്ങളിലും വലിയ പാടാണ് അഖിലേ. ഇന്നത്തെ കാലത്ത് നിങ്ങളൊക്കെ വലിയ സൂപ്പർ പവറിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്തും റേഷൻ അരിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടെന്ന് താങ്കൾ ഓർക്കണം. താങ്കളെ പോലുള്ളവർ നല്ല വൃത്തിക്ക് ഉരുട്ടി വിഴുങ്ങുമ്പോൾ, ചിക്കനും മട്ടനും ഒക്കെ കൂട്ടി ഉരുട്ടി വിഴുങ്ങുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാണ്ട് ശരിക്കും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കഞ്ഞിയായിട്ട് ഉപ്പില്ലാണ്ട് കുടിക്കുന്ന കുടുംബങ്ങളും ഒരുപാടുണ്ടാക്കില്ലേ. അവരുടെയൊക്കെ സങ്കടങ്ങളും കണ്ണീരുകളും ഒക്കെ നിങ്ങളൊക്കെ കാണാൻ ശ്രമിക്കണം. അല്ലാണ്ട് നിങ്ങളുടെയൊക്കെ മണിമാളികയിൽ കിടന്നുള്ള വാസവും നിങ്ങളുടെയൊക്കെ പട്ടുമെത്തി കിടന്ന് ചിക്കൻ കറിയും കൂട്ടി അറിഞ്ഞു വിടുന്ന കണക്കൊന്നുമല്ല. ഒരുപാട് പേര് പട്ടിണിയും ദാരിദ്ര്യവും ഇപ്പം തന്നെ അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ രാജ്യം വലിയ സൂപ്പർ പവർ ആണെന്ന് പറയുമ്പോഴും പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അതൊക്കെ മാറി വരണം ഇനി. അതിനൊക്കെ ഇപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഉള്ള ഈ ഒരു രാജ്യം ഒരു മാസം വരെ തമ്മിലടിച്ചാലും ഒരു പ്രശ്നവുമില്ലെന്ന് അഖിൽ പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ. അഖിൽ എവിടെയാണ് ജീവിക്കുന്നത്? അഖിലിന് വല്ല പണമിടപാടുകളും ഉണ്ടോ അഖിൽ ഇങ്ങനെയൊക്കെ പറയാനായിട്ടാണെങ്കിൽ? അഖിലിന് ചിലപ്പോൾ ഉണ്ടായിരിക്കും. ബിഗ് ബോസിൽ നിന്നൊക്കെ കിട്ടിയത് തന്നെ നമുക്കറിയാം. അല്ലാതെയൊക്കെ അഖിലിനുണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. പട്ടിണി പാവങ്ങൾ ധാരാളം ഉണ്ട്. അത് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും അതേക്കുറിച്ചൊന്നും അറിയാൻ സാധിക്കുന്നില്ല. എത്രയോ രോഗികളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാളും ഭീകരമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് വലഞ്ഞു കിടക്കുന്ന ജനങ്ങളുണ്ട്. അവർക്കൊന്നും ശരിക്കും ചികിത്സിക്കാനുള്ള മരുന്നോ ഒന്നുമില്ലാതെ കഴിയുന്നവരുണ്ട്. ഇപ്പോഴും കിടക്കാടം വരെ വിറ്റ് ചികിത്സിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ എങ്ങോട്ട് പോവും? അവരൊക്കെ ആരോട് പറയും? ഒരു യുദ്ധപരമായിട്ടുള്ള ഇത് വരുന്ന ആ ഒരു സമയത്ത് രാജ്യം മൊത്തം വറുതിയിലാണ്ട് പോവും. മരുന്നോ ഗുളികകളോ ഒന്നും കിട്ടിയെന്ന് വരില്ല ആളുകൾക്ക്. ഇപ്പോൾ നിലവിൽ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ കൊള്ളാതെ ആളുകളാണ്. നമ്മളിപ്പോൾ ഒരു ആശുപത്രിയിൽ കേസായിട്ട് ചെന്നിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് പോലും കിട്ടാത്ത സാഹചര്യമാണ് ഇപ്പോൾ പോലും. അപ്പോൾ സാധനങ്ങൾക്ക് വില കയറും, മെഡിസിന് വില കയറും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വില വർധനവ് വരും. അപ്പോൾ സാധാരണപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ പോലും ഒന്നും താങ്ങുന്നില്ല. അതുമാത്രമല്ല, ഒരു യുദ്ധമൊക്കെ നടക്കുകയാണെങ്കിൽ രാജ്യത്തിലുള്ള എല്ലാവർക്കും ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും. മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഒരുപാട് കരാറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കയറ്റുമതി ഇറക്കുമതി കരാറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നടക്കാതെ വരും. അപ്പോൾ നമ്മുടെ രാജ്യം ഇന്ന് ഇത്രയും നല്ല സൂപ്പർ പവറായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നേരെ 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് നമ്മുടെ രാജ്യം എങ്ങനെയായിരുന്നു സമ്പദ്ഘടനയിൽ, അതിനേക്കാൾ പിറകിലോട്ട് പോകും നമ്മുടെ രാജ്യം. ഒന്ന് ഓർത്തു നോക്കൂ. എത്രത്തോളം ഭീകരമായിരിക്കും ആ ഒരു സംഭവങ്ങൾ. സാധാരണ നമ്മൾ ദീപാവലിക്കൊക്കെ മേടിക്കുന്ന കരിമരുന്നും പടക്കങ്ങൾ ഏറുപടക്കം അല്ല ഇട്ട് പൊട്ടിക്കുന്നത്. അത്രത്തോളം ഉഗ്രമായിട്ടുള്ള സ്ഫോടകങ്ങളാണ് ഒരു യുദ്ധം വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ചുമ്മാതെ മലർന്നു നോക്കി ഇങ്ങനെ മന്ത്രം ജപിച്ചിരിക്കുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആരും കൊട്ട വഴി തട്ടിയിട്ട് തരില്ല. അതൊക്കെയെന്ന് പറഞ്ഞാൽ അത്രയും പണം ചിലവാവണം. അതിൻ്റേതായ രീതിയിൽ ഇരട്ടിക്ക് പണം ഇതുപോലെയുള്ള കാര്യങ്ങൾക്കായിട്ട് വേണ്ടി വരും. അപ്പോൾ എന്തു ചെയ്യും? എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കുക മാത്രമേ അതുകൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പോഴും നമ്മൾ സർക്കാരിനെ കുറ്റം പറയും. എല്ലാത്തിനും വില, തീ പിടിച്ച വില, നമുക്ക് ജീവിക്കേണ്ട, നരേന്ദ്രമോദി എടുത്ത തീരുമാനം തെറ്റായിപ്പോയി, ഇതേ ഇപ്പോൾ വില വർധനവ്, യുദ്ധത്തിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയും. 26 സഹോദരങ്ങൾ മരിച്ചു പോയവർ തിരിച്ചു വരുമോ യുദ്ധം ചെയ്യുമ്പോൾ എന്ന് വരെയുള്ള ചോദ്യങ്ങളുണ്ടാവും. ആ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു യുദ്ധം ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. യുദ്ധങ്ങൾ ഒരിക്കലും ഒരു നന്മയും കൊണ്ടു തരില്ല. ഇപ്പോൾ അഖിൽ പറയുന്ന കേട്ടു, ഇങ്ങോട്ട് വന്ന് അടിച്ചപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ട് അടിക്കണമെന്ന്. എൻ്റെ അഖിലെ, അയൽപക്കത്തുള്ളവരുമായിട്ട് അതിർത്തി തർക്കത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പൊട്ടിക്കുന്നത് പോലെയല്ല രാജ്യകാര്യങ്ങൾ. താങ്കൾ കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കൂ. താങ്കൾ കോൺഗ്രസ്സിന് സീറ്റിന് വേണ്ടിയിട്ടൊക്കെ വെമ്പൽ കൊള്ളുന്നു എന്നൊക്കെയാണ് മറ്റു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പല മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതും അത് തന്നെയാണ്. താങ്കളൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ വരുന്നെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളും ആനമണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക.
ബിഗ് ബോസ് അല്ലടോ ഇത്. രാജ്യകാര്യങ്ങളും ബിഗ് ബോസിനുള്ളിൽ താൻ ചിലപ്പോൾ ചക്രവർത്തി ആയിരുന്നിരിക്കാം. പക്ഷെ പുറത്തിറങ്ങി വന്നിട്ട് താൻ ആ ഗർവ് കാണിച്ചാലുണ്ടല്ലോ തൻ്റെ തലപ്പത്തി അടിച്ച് കലക്കാനായിട്ട് ഇവിടെ നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ നിയമത്തിൻ്റെ കുരുക്കിലൊന്നും ചെന്ന് പെട്ട് കളയരുത്. അതുപോലെ താങ്കൾ പറഞ്ഞൊരു കാര്യം എന്താണ്, ബലൂചിസ്ഥാനിലേക്ക് ആവശ്യമുള്ള ആയുധങ്ങളൊക്കെ കൊടുത്തിട്ട് ആ പാവപ്പെട്ട ആളുകളെ തല്ലാൻ പറഞ്ഞു വിട്ടിട്ട് ഇവിടെയുള്ള സൈനികർ എന്തൊക്കെയോ മറ്റേ പരിപാടി കാണിക്കുന്നു എന്നുള്ള രീതിയിൽ താൻ പറഞ്ഞത്. തനിക്ക് എന്തോടോ, തനിക്ക് 10 പൈസയുടെ ബോധമോ വിവരമോ ഉണ്ടോ? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. താൻ അവിടെ കിടന്ന് എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറേ മനുഷ്യരുടെ ഹൃദയത്തിൽ കയറി പറ്റിയിട്ട് താൻ കുറച്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നല്ലാതെ താനൊരു കോപ്പുമല്ല അഖിലേ. അത് താൻ മനസ്സിലാക്കുക. താനൊരു തേങ്ങയല്ല. തൻ്റെ വർത്തമാനം കേട്ടാൽ തോന്നും താൻ കഴിഞ്ഞ ഈ ലോകത്തിൽ മറ്റെന്തും ഉള്ളൂ എന്ന് തോന്നും. ആദ്യം പോയി BJP പാർട്ടിയിലേക്ക് ചാടിക്കയറാനായിട്ട് നോക്കി. അവിടെ ചെന്നപ്പോൾ തനിക്കൊരു തേങ്ങയും ഇല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് താൻ പതുക്കെ എന്താണ് കോൺഗ്രസ്സിലേക്ക് കയറിപ്പോയി. അവിടെ തനിക്ക് ഈ വർഷം ഒരു സീറ്റ് കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ അവിടെ നിന്നുകൊണ്ട് എന്ത് തേങ്ങയിലെ വർത്തമാനമാണോ പറയുന്നത്? എടോ, രാജ്യമാണ് വലുത്. നമ്മൾ കുടുംബത്തെക്കാളും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കേണ്ടത് രാജ്യത്തെയാണ്. രാജ്യത്തെ സ്നേഹിക്കണം. ഞാനും താനുമൊക്കെ അടങ്ങുന്ന ജനങ്ങൾ സാധാരണ രീതിയിൽ വീട്ടിലെ വാതിൽ കുറ്റിയിട്ടോ ഇടാതെയോ കിടന്നുറങ്ങുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് കാവലായിട്ട് ശക്തമായ ഒരു സൈന്യം മുന്നിലുള്ള ധൈര്യത്തിലും തൊട്ടു മുന്നിൽ പോലീസ് എന്ന് പറയുന്ന സൂപ്പർ പവർ ഉള്ളതിൻ്റെ പേരിലുമാണ്. നമ്മൾ പറയുമല്ലോ പോലീസുകാർ കിട്ടിക്കഴിഞ്ഞാൽ ഇടിച്ച് കൂമ്പ് വാട്ടുമെന്ന്. അങ്ങനെ അവർ കൂമ്പ് വാട്ടുന്നതിൻ്റെ പേരിലാണ് നമ്മളിന്ന് സുരക്ഷിതരായിട്ട് വീടിനകത്ത് കതകടച്ച് കിടക്കുന്നത്. അതുകൂടി ഓർക്കുക. കുനിഞ്ഞു നിന്നാൽ അണ്ടർവെയർ അറിഞ്ഞുകൊണ്ട് പോകുന്ന കാലഘട്ടമാണിത്. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുന്നെന്നുണ്ടെങ്കിൽ, പുറത്തിറങ്ങാൻ സാധിക്കുന്നെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നമുക്ക് കാവലാളുകളായിട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ്. എന്നിട്ട് ഇന്ന് താൻ വന്നിട്ട് എന്താ പറഞ്ഞത്? കുറേ കരഞ്ഞു മെഴുകി അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. അതേസമയം തൊട്ട് മുമ്പ് താനിട്ട ലൈവിനകത്ത് എന്തൊക്കെ വൃത്തികേടാണോ പറഞ്ഞത്? അവിടെ കൊണ്ടിട്ട് കുറേ എന്താണ് ഇവിടെ നിന്ന് കുറേ അവിടെ കിടന്ന് ഈ അതിർത്തി കിടന്ന് അടിച്ചപ്പോൾ അവിടെ നിന്നും ഉൾപ്രദേശത്ത് കൊണ്ടുപോയി കുറേ സാമാനങ്ങളിട്ട് അടിച്ച് പൊട്ടിച്ചു. എന്നിട്ട് തിരിച്ച് അതുപോലെ വന്നു. ഇവൻ്റെയൊക്കെ രോമത്തിൽ പോലും തൊട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാം. തനിക്ക് നാണം ഉണ്ടോടോ പറയാൻ? എവിടോ, നമ്മൾ സാധാരണപ്പെട്ട മനുഷ്യരെ തല്ലിക്കൊന്നിട്ടോ അടിച്ചു കൊന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മുടെ ലക്ഷ്യം ഭീകര താവളങ്ങൾ തകർക്കുക, ഭീകരന്മാരെ കൊല്ലുക എന്നതാണ്. എന്നിട്ട് താൻ പറഞ്ഞല്ലോ ഒരു 4 പേര് ഇവിടെ വന്ന് 26 പേരുടെ ജീവൻ എടുത്തിട്ട് അവരെ എന്തുകൊണ്ട് പൊക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് താൻ പറഞ്ഞല്ലോടോ. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, അവരെ പൊക്കിയോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അവരെ ഇന്ന് പൊങ്ങിയില്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും അവരെ പൊക്കാനുള്ള കഴിവുള്ള സൈന്യം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, ഒരു പ്രതിസന്ധി വരുമ്പോൾ രാജ്യത്തിനെ ചോദ്യം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ആരെങ്കിലും ചോദ്യം ചെയ്യുന്നവരുടെ വായ അടപ്പിക്കാൻ നോക്കുക. ഇവിടെ പലരും ചെയ്യുന്നത്, നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ നേതാവ്, അദ്ദേഹം BJP പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ചെയ്യുന്നവർ കൂടി സംഖ്യയാവും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, അതുപോലെ ഒരു പാർട്ടിയല്ലേ സംഘപരിവാർ? എന്നാൽ പലരും പറയും രാഷ്ട്രീയ പാർട്ടിയാണെന്ന്. ആയിക്കോട്ടെ, ആ ഒരു രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ ആ ഒരു പാർട്ടിയെക്കുറിച്ചിട്ട് ആളുകൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അത് ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ട്. അതും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാനൊരു വീഡിയോയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ നല്ലതാക്കി പറഞ്ഞു, കുറച്ച് പുകഴ്ത്തി പറഞ്ഞു. ഉടനെ തന്നെ ആ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു തന്തയില്ലാത്തവൻ വന്ന് പറഞ്ഞ കമൻറ്റ്, അത് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ മിണ്ടുന്നില്ല. അപ്പോൾ വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിൻ്റെയൊക്കെ അപ്പനപ്പൂപ്പന്മാർ പറയുന്നത് കേട്ട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്ക് പറയേണ്ടത് ഞാൻ വളരെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് തന്നെ പറയും. അപ്പോൾ അഖിൽമാരാർ കാത്തിരുന്നോ, അഖിൽമാരാർക്ക് FIR ഇട്ടു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും വൈകാതെ തന്നെ അഖിൽമാരാർക്ക് മനസ്സിലാവും ഇത് രാജ്യത്തിൻ്റെ കളി വേറെ, ബിഗ് ബോസിലെ കളി വേറെ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. എനിക്ക് പറയാനുള്ളത് അഖിൽമാരാറെ മാത്രമല്ല, റിയാസ് സലീമിനെയും പിന്നെ കുറേ കൂത്തിച്ചി പെണ്ണുങ്ങളുണ്ട്, അവളുമാരെ എല്ലാ എണ്ണത്തിനെയും തൂത്ത് പിടിച്ചുകൊണ്ട് പോവുക. ഇന്ത്യക്കെതിരെ ആരൊരു പോസ്റ്റ് ഇട്ടാൽ പോലും അവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.